എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാവുക, അങ്ങനെയുള്ള ഒരാളാവാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? അത് മറ്റൊന്നുകൊണ്ടുമല്ല, മറ്റുള്ളവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാകുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാവാൻ സാധിക്കുക? അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരാൾ വ്യത്യസ്തനാവുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ ഒരാൾ വ്യത്യസ്തനാവുന്നത്? ഒരിക്കലുമല്ല അല്ലേ? അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുവെന്ന് കരുതുക. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ അതേ പൊസിഷനിൽ നമ്മുടെ അതേ ജോലി ചെയ്യുന്ന വേറെയും കുറെ ആളുകൾ ഉണ്ടാവും. ഇന്നലെ വരെ അവരിൽ ഒരാൾ മാത്രമായിരിക്കും നമ്മളൊക്കെ. എന്നാൽ അതിൽ നിന്നും നമ്മൾ വ്യത്യസ്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചെയ്യുന്ന കാര്യത്തെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശീലിക്കണം അല്ലെ? ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ലേ? എല്ലാ ഡോക്ടറിനോടും ഒരേപോലെയാണോ നമുക്ക് സ്നേഹവും ബഹുമാനവും വിശ്വാസ്യതയൊക്കെ ഉള്ളത്? ഒരിക്കലും അല്ല. ചില ഡോക്ടറിനോട് നമുക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും വിശ്വാസ്യതയൊക്കെ ഉണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന രോഗിക്കും രോഗിയുടെ കൂടെയുള്ള ആളിനുമൊക്കെ എന്തോ ഒരു പ്രത്യേകത സമ്മാനിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കാം മിക്ക ഡോക്ടേഴ്സും പഠിച്ചിറങ്ങുന്നുണ്ടാവുക. പക്ഷേ ചില ഡോക്ടേഴ്സ് വ്യത്യസ്തനാവുന്നത് അയാൾ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത സമ്മാനിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തനാവുന്നതും വേറിട്ട് നിൽക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്നതും. നമ്മുടെ നാട്ടിൽ ഒരുപാട് അധ്യാപകരില്ലേ? എല്ലാ അധ്യാപകരെയും ഒരേപോലെ കുട്ടികൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഞാനും ഒരു വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്ന ഒരാളാണല്ലോ. ഇന്ന് ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മികച്ച ടീച്ചറാണ്. കാരണം അവർക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങൾക്ക് അവർക്ക് സമ്മാനിക്കാൻ സാധിച്ചത് കൊണ്ടാണ് നിങ്ങൾ അവരുടെ മുന്നിൽ പ്രിയപ്പെട്ട ഗുരുനാഥയായത്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കാൻ കഴിയുന്ന ഒരാളാകുമ്പോഴാണ് നമ്മൾ അംഗീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് അല്ലെ? അതുകൊണ്ട് നല്ല ഒരു ടീച്ചറാവുക. മാസം ശമ്പളം പറ്റുന്ന ഒരു ജോലിക്കാരനോ ജോലിക്കാരിയായോ മാത്രം നിങ്ങൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ആവാതിരിക്കുക. അതിലപ്പുറം കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ മനസ്സറിയുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ആയി മാറുക. അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തരാവുന്നതും, അവിടെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്നതും, നിങ്ങളുടെ ജീവിതം കുറെ കൂടി അംഗീകരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരേ ബിസിനസ് തന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ? ചില ആളുകൾ മാത്രം എന്തേ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത്? അവർ ചെയ്യുന്ന കാര്യത്തെ വളരെ മനോഹരമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ ശീലിച്ചു എന്നുള്ളതാണ്. ഏതായാലും വ്യത്യസ്തതയാണ് ഇവിടെയൊക്കെ നമുക്ക് പ്രകടമാകുന്ന കാര്യം. വ്യത്യസ്തനായിട്ടുള്ള ഒരാളാവുക. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പഠിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തത എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ട് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ട വ്യക്തിത്വ ഗുണമാണ്. കാരണം നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് വ്യത്യസ്തത എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണത്. അങ്ങനെ കഴിയുമ്പോഴാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. ചുറ്റുമുള്ള ആളുകളെയും ചുറ്റുമുള്ള ലോകത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാവണം. അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് മികച്ച രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു ഒക്കെ ചെയ്യുന്നു. ഇവിടെ വ്യത്യസ്തനാവുക എന്നത് സ്വയം നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് എന്ന് തിരിച്ചറിയിക്കാം.
അഭിനേതാക്കള്, എഴുത്തുകാര്, കായിക താരങ്ങള്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ടല്ലേ. എഴുത്തുകാരെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അഭിനേതാക്കളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അതുപോലെ തന്നെ കായിക താരങ്ങളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ ഓർക്കുന്ന ചില മുഖങ്ങൾ. എന്തുകൊണ്ടാണ്? അവരൊക്കെ അവരുടെ മേഖലയിൽ അവർ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ചെയ്തത് കൊണ്ടാണ്. ആ മേഖലയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, പക്ഷെ ഇവര് മാത്രം ശ്രദ്ധിക്കപ്പെടുന്നത് കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ, അതായത് മറ്റുള്ളവർക്ക് കുറെ കൂടി മനോഹരമായ രീതിയിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ കഴിയുന്ന രീതിയിൽ, കുറെ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർ ശ്രദ്ധിച്ചതുകൊണ്ടും ശ്രമിച്ചതുകൊണ്ടുമാണ് അവര് ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായതും അവരെന്നും ഓർമ്മിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ഒക്കെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം കൂട്ടത്തിലെ ഒരാളാവുക എന്നുള്ളതല്ല, കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളാവാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കൂട്ടത്തിലെ ഒരാളാവാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ കൂട്ടത്തിലെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാവുക എന്ന് പറയുന്നത് അത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ്. അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മികച്ച വ്യക്തിത്വം നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോൾ, നമ്മൾ ബഹുമാനിക്കപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മികച്ച രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക. റോഡിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ റോഡിൽ ഒരു തടി കഷ്ണം കിടക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത് അത് ഒഴിഞ്ഞു മാറി നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിലപ്പുറം വണ്ടി ഒന്ന് സൈഡാക്കി ആ തടിക്കഷ്ണം ഒന്ന് റോഡ് സൈഡിലേക്ക് മാറ്റി വരുന്ന വണ്ടികൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മൾ അവിടെ വ്യത്യസ്തനാവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചിന്തകളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ നമ്മളെപ്പോഴും വ്യത്യസ്തനാവാൻ ശ്രമിക്കുക. അത് നമ്മളെ ഓരോരുത്തരെയും ജീവിതത്തിൽ വിജയിപ്പിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.